ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ തിരുവാഭരണ ഘോഷയാത്ര പേടകം ചുമന്ന് വന്ന ആളുകളെയൊക്കെ ഉമാലയിട്ട് സ്വീകരിക്കുകയാണ്. ആ സ്വാമിമാരെയൊക്കെ എത്രയോ പിന്നിട്ട മണിക്കൂറുകൾ ആ തിരുവാഭരണം തലയിലേറ്റി യാതൊരു വിധത്തിലുമുള്ള ക്ഷീണവുമില്ലാതെ അതൊരു വ്രതം പോലെ എത്രയോ വർഷങ്ങളായി അത് ഒരു വ്രതം പോലെ അനുഷ്ഠിക്കുന്ന ഗുരുസ്വാമിമാരായിട്ടുള്ള ആളുകൾ ആ രീതിയിൽ അത് കൊണ്ടുവരികയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന അയ്യപ്പന്റെ തിരുവാഭരണങ്ങളാണ് മകരസംക്രമ ദിനമായെന്ന് ഇപ്പോൾ ശബരിമലയിലേക്ക് എത്താൻ പോകുന്നത്. ഇനിയിപ്പോൾ 3 ദിവസത്തെ യാത്രയാണ് കേട്ടോ. 3 ദിവസത്തെ യാത്ര, 11 സ്വീകരണം. ആ സ്വീകരണ കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടാണ്. സ്വീകരണ കേന്ദ്രങ്ങളിലൊക്കെ അയ്യപ്പന്മാരും മാലയിട്ടയ്യപ്പന്മാരും അല്ലാത്തവരും ഭക്തരക്ഷങ്ങൾ ഇങ്ങനെ കാത്തിരുന്ന് അതൊന്ന് തൊട്ട് ആ തിരുവാഭരണപ്പെട്ടി തുറന്നു കാണാൻ പോലും പറ്റില്ല. തുറന്നു കാണാൻ പറ്റാത്തടത്തും അവിടെ ഒന്ന് തൊട്ട് തൊഴാൻ വേണ്ടി ആൾക്കാർ കാത്തിരിക്കുന്നതാണ്. നമുക്കറിയാം, അതിലെ പ്രധാന പേടകത്തിൽ ഓരോ ആഭരണങ്ങൾക്കും പ്രത്യേകതയുണ്ട് കേട്ടോ. ആഭരണങ്ങളിൽ പ്രധാനപ്പെട്ടത് അവിടുത്തെ ഇന്ദ്രനീലക്കല്ല് പതിച്ച ശബരീശ വിഗ്രഹത്തിൽ ചാർത്താൻ പാകത്തിലുള്ളതുമായ തിരുമുഖമാണ്. നേരത്തെ സൂചിപ്പിച്ച ആ തിരുമുഖത്തിന്റെ അതിലുള്ള കല്ല് പതിപ്പിച്ചിരിക്കുന്നത് ഇന്ദ്രനീലക്കല്ലാണ്. ആ ഇന്ദ്രനീലക്കല്ല് പതിച്ച് ശബരീശ വിഗ്രഹത്തിൽ ചാർത്താൻ പാകത്തിലുള്ളതുമായ തിരുമുഖമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. 2 നവരത്ന മോതിരമാണ്. നവരത്നങ്ങൾ പതിച്ച മോതിരം, മണിമാല, ശരപ്പൊളിമാല, എരിക്കിൻ പൂമാല, ചുരിക, വാള്, സ്വർണ്ണത്തളിക, പ്രഭാമണ്ഡലം, ആന, പുലി, പൂർണ്ണ പുഷ്കലമാർ എന്നിവയാണ് പ്രധാനപ്പെട്ട പെട്ടിയിൽ. പൂർണ്ണിയും പുഷ്കലയും ശാസ്താവിന് 2 ഭാര്യമാരാണ്. ഇതേ പെട്ടിയിലുള്ള ചുരികയും പിടിച്ചാണ് രാജപ്രതിനിധി 18ാം പടി കയറി ദർശനം നടത്തുക. 2ാമത്തെ പെട്ടിയിൽ കളഭാഭിഷേകത്തിനുള്ള സ്വർണ്ണക്കുടം, വെള്ളികെട്ടിയ ശംഖ്, പൂജാപാത്രങ്ങൾ. 3ാമത്തെ പെട്ടിയിൽ ശബരിമലയിൽ എഴുന്നള്ളിപ്പിനുള്ള ജീവിത, നെറ്റിപ്പട്ടം, തലപ്പാറ, ഉടുമ്പുപാറ മലകളുടെ കൊടികൾ. അങ്ങനെ 3 പെട്ടികളാണ് ഇപ്പോഴിതാ ശരംകുത്തിയിൽ എത്തി നിൽക്കുന്നു. ശരംകുത്തിയിൽ വെച്ച് അവിടുത്തെ ദേവസ്വം പ്രതിനിധികൾ സ്വീകരിച്ച് അതങ്ങനെ സന്നിധാനത്തേക്ക് ഒരു പ്രത്യേകത കാണുന്നുണ്ട്. നമ്മൾ തന്നെ അറിയാം, അവിടെ കൂടെ നടന്നു വന്ന 3 ദിവസമായിട്ട് നടന്നു വന്നിട്ടുള്ള ആളുകളെയാണ് ആ മാലയിട്ട് സ്വീകരിക്കുക. ആ മാലയിട്ട് സ്വീകരിച്ച് അവർക്ക് 18ാം പടിയിലേക്ക് കെട്ടില്ലാതെ അവർക്ക് കയറാമെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഐതിഹ്യം. അതൊരു അനുമതിയാണ്. അത് തന്ത്രി കൊടുത്ത ഒരു അനുമതിയുടെ ഭാഗമാണ്. ആ മാലയിട്ടവർ കെട്ടില്ലാതാണ് അതിന്റെ പടി കയറുന്നത്. തന്നെയുമല്ല, നമ്മളിപ്പോൾ ഈ കാണുന്നുണ്ട് KN ശിവൻകുട്ടി എന്ന് പറയുന്ന ഗുരുസ്വാമിയാണ്. ഈ വർഷത്തെ ആദ്യമായിട്ടാണ് അദ്ദേഹം ഗുരുസ്വാമി ആവുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ മാല നമ്മളിത് കാണുന്നു. അദ്ദേഹം കഴുത്തിലേക്ക് മാല ഇടുന്ന ഒരു രംഗം ഇവിടെ കാണാൻ കഴിയും. അതെ, അദ്ദേഹത്തിന് ശേഷമാണ്, അദ്ദേഹം 20 വർഷമായിരുന്നു ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന അദ്ദേഹമാണ് ഗുരുസ്വാമിയായിട്ട് എത്തത്. പ്രതാപചന്ദ്ര എന്ന് പറയുന്ന അദ്ദേഹം 2ാമത്തെ ഉള്ള ആള്. 3ാമത് ഈ ഗുരുസ്വാമിയുടെ തന്നെ മകനായിട്ടുള്ള ഉണ്ണി. പന്തളം രാജപ്രതിനിധിയായി ഘോഷയാത്രയെ നയിക്കുന്നത് പന്തളം കൊട്ടാരത്തിലെ പുണർതന്നാൾ PN നാരായണവർമ്മയാണ്. അതെ, ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പന്തളം കൊട്ടാരത്തിലുള്ള ഈ നാരായണവർമ്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ രാജപ്രതിനിധിയായിട്ട് വരുന്ന ആള് 2 ദിവസം പമ്പയിൽ തങ്ങുന്നു. ഇതിനോടൊപ്പം കയറി വരില്ല എന്നുള്ള ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അവസാന ദിവസം അദ്ദേഹം മാത്രമേ ഉണ്ടാവൂ. അതെ, ലാസ്റ്റില് അവസാന ദിവസത്തെ ആ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണത്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാജപ്രതിനിധി അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് അകത്ത് നിൽക്കുന്ന മേൽശാന്തി ഉൾപ്പെടെയുള്ള ബാക്കി ആളുകൾ, പരിവാരങ്ങളെല്ലാം അവർ സൈഡിലേക്ക് മാറി നിൽക്കും. അതിനുശേഷം തല ചരിഞ്ഞു നിന്നുകൊണ്ടാണ് ഭഗവാനെ അച്ഛൻ കാണുന്നത്. ആ കാണുന്ന സമയത്ത് അതിലൊരു പ്രത്യേക ഒരു രംഗം അത് നമുക്ക് കാണാൻ ദർശിക്കാൻ കഴിയും. കാരണം അതൊരു അനുഭൂതിയാണ്. നമ്മൾ കണ്ടു നിൽക്കുന്ന ആളുകളുടെ കണ്ണു നിറയുന്ന ഒരു അനുഭൂതി അവിടെ ഉണ്ട്. അത് കാണുമ്പോഴാണ് അതിന്റെ ആ ഒരു പ്രത്യേക ഒരു പ്രത്യേകത അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്ന് പറയുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിത ഭക്തി. അതെ, കാരണം ഓരോ വിശ്വാസിയും ആചാരത്തിലും അനുഷ്ഠാനത്തിലും ഐതിഹ്യങ്ങളിലും കഥകളിലും പൂർണ്ണമായും വിശ്വസിക്കുമ്പോഴേ ഭക്തി ഉണ്ടാവുന്നുള്ളൂ. അല്ലാത്തവന് സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്നവന് ഈ ഭക്തിയും ഈ കാഴ്ചയും ഒക്കെ വെറും ഒരു കാഴ്ചയാണ്. അതിലൊരു ആനന്ദമില്ല. അത് കറക്റ്റാണ്. അത് കാരണം പ്രധാനമായിട്ട് നമുക്കറിയാം, മലയാളികളിൽ പല ആളുകളും നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ഇന്ന് മാലയിട്ട് നാളെ മലയ്ക്ക് പോകുന്നു എന്ന് പറയുന്നു. അങ്ങനെ മലയ്ക്ക് പോയിട്ടൊരു കാര്യമില്ല. ഇപ്പം നമ്മുടെ വാജീവാഹനം, നമ്മുടെ അതിൻ്റെ മുകളിൽ ഭഗവാന്റെ മുകളിൽ വാജീവാഹനത്തെ ഇപ്പം കാണിച്ചു കഴിഞ്ഞു. നമുക്ക് പല ആളുകൾക്കും ഒരു സംശയമുണ്ട്, വാജിയാണോ ഭഗവാന്റെ അടയാളം എന്ന് ചോദിക്കാറുണ്ട്. അത് കടുവയല്ലേ അല്ലെങ്കിൽ പുലിയല്ലേ എന്ന് ചോദിക്കുന്ന ആ ഒരു രംഗമുണ്ട്. അവിടെ അങ്ങനല്ല, അത് വാജിയാണ് അദ്ദേഹത്തിന്റെ വാഹനം. ആ വാജിയാണ് കൊടിമരത്തിന്റെ മുകളിലായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ആ സന്നിധാനത്തേക്ക് അവസാന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം ആരംഭിച്ചിരിക്കുന്നവരുടെ പൂമാലയിട്ട് അവരെയൊക്കെ സ്വീകരിച്ച് ഇപ്പോൾ തിരുവാഭരണം സന്നിധാനം ലക്ഷ്യമാക്കി സ്വീകരിക്കുകയാണ്. ഇനി 18ാം പടിക്ക് സമീപത്ത് നിന്നായിരിക്കും അത് ഏറ്റുവാങ്ങി, തന്ത്രിയടക്കം ഏറ്റുവാങ്ങി സർവാഭരണ വിഭൂഷിതനാക്കി അയ്യപ്പനെ ആ മകരസംക്രമ പൂജയിലേക്ക്. അവിടെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ നെയ്യഭിഷേകത്തിന് പോലും വലിയ പ്രത്യേകതയുണ്ട്. അത് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങയിലെ നെയ്യ് കൊണ്ടാണ് ഇന്ന് ഏകദൂതം വഴി നടക്കുന്നത്.
അതെ, ആ തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധന നടത്തുന്നതോടെ എല്ലാവരും കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുന്ന കിഴക്കൻ ചക്രവാളത്തിൽ മലനിരകൾക്ക് മുകളിലായ ദിവ്യജ്യോതികളിൽ ആ നിമിഷത്തിൽ ഒരു ചെറിയ നിമിഷങ്ങളുടെ ദൂരം മാത്രമേ ഉള്ളൂ. അതിനായുള്ള കാത്തിരിപ്പിലാണ് ഈ ഭക്ത ലക്ഷങ്ങളെല്ലാം. ഈ കാത്തിരിപ്പ് എത്രയോ ദിവസങ്ങളായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും പറഞ്ഞത് ശബരിമലയിലേക്ക് ആളുകൾ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ ആരും പടിയിറങ്ങിയിട്ടില്ല. കിട്ടാവുന്ന ഇടങ്ങളിലെല്ലാം വിരിവിരിച്ച് എവിടെ നിന്ന് നോക്കിയാൽ കാണാം പൊന്നമ്പലമേട്ടിലെ ഒരു മിന്നായം പോലെയെങ്കിലും ആ മകരവിളക്ക് എന്നുള്ളത്. അവിടങ്ങളിലൊക്കെ തമ്പടിച്ച് നിൽക്കുകയാണ്. അവിടെ നിന്ന് ഒരുപക്ഷെ അങ്ങോട്ട് മാറിയാൽ അവിടെ മറ്റുള്ളവർ വന്ന് നിൽക്കും എന്നുള്ളത് കൊണ്ട് അവിടെ ഇരുന്ന് ഭജന പാടുകയും ശരണം വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച. നേരത്തെ പറഞ്ഞല്ലോ, ഈ ശബരിമല എന്ന് പറയുന്നത് ക്ഷേത്ര സങ്കല്പങ്ങളുടെ പൂർണ്ണതയാണ്. സാധാരണ നമ്മൾ ക്ഷേത്രത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ക്ഷേത്രത്തിൽ മാത്രം കുടികൊള്ളുന്ന വിശ്വാസം ഭാരതീയ സങ്കല്പമല്ല. ഈശ്വരനെ പലതരത്തിൽ ആരാധിക്കാം. അഗ്നിർദേവോ ദിജാതീനാം മുനീനാം ഹൃദിദേവതം പ്രതിമാ സ്വല്പബുദ്ധീനാം സർവത്ര സമദർശിന. അവിടെ പ്രതിമാ സ്വല്പബുദ്ധികളായ മനുഷ്യന്മാരെ കാണാൻ ക്ഷേത്രത്തിൽ ഈശ്വരനെ കാണാൻ പറ്റുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളിലും ഈശ്വരനെ ആവാഹിക്കുക എന്ന് പറയാം. അവിടെ നമുക്ക് കാണുന്ന വിഗ്രഹ ദർശനം, അവിടെ നമുക്ക് കാണുന്ന ദീപാരാധന, അത് നമ്മുടെ കണ്ണുകൊണ്ട് ഈശ്വരനെ ആവാഹിക്കുകയാണ്. അവിടെ നിന്ന് കേൾക്കുന്ന നാമസങ്കീർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ചെവി കൊണ്ട് ഈശ്വരനെ കേൾക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ ധരിക്കുന്ന ഭസ്മം അല്ലെങ്കിൽ ചന്ദനം എന്ന് പറയുന്നത് നമ്മുടെ തൊക്കുകൊണ്ട് ഈശ്വരനെ സ്വീകരിക്കുകയാണ്. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും ഈശ്വരനെ സ്വീകരിച്ച് നമ്മൾ ഈശ്വരനിലേക്ക് ലയിക്കുക എന്നുള്ളതാണ് ക്ഷേത്രസങ്കല്പത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ശ്രീകോവിലിൽ മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും ഈശ്വര ചൈതന്യമാണ്. അവിടെ കാണുന്ന ആ കാനനത്തിൽ 18 മലകളിലുമുള്ള കാട്ടിൽ മരങ്ങളെന്ന് പറയുന്നത് പ്രത്യക്ഷ ദേവതമാരാണ്. ഊർജ്ജപ്രവാഹികളായ മരങ്ങൾ പ്രത്യക്ഷ ദേവതകളാണ്. ആ ദേവതകളിൽ നിന്ന് പ്രസരിക്കുന്ന ഊർജ്ജം മുതൽ അവിടുത്തെ ഓരോ കാഴ്ചയും പമ്പയാറിലൂടെ ഒഴുകുന്ന ഊർജ്ജമാണ്. അവിടുത്തെ ഓരോ കല്ലിലും മുള്ളിലും ഒക്കെ ഈശ്വര ചൈതന്യമാണ്. കുണ്ടും കുഴിയും കണ്ണിന് വെളിച്ചവും പരമാനന്ദവുമാണെന്നാണ് ഭക്തൻ ഏറ്റുവിളിക്കുന്നത്, ശരണം വിളിക്കുമ്പോൾ. അങ്ങനെ ശബരിമല സന്നിധാനത്തും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടല്ല, ആത്മാവ് കൊണ്ട് ഈശ്വരനെ തൊടാൻ പറ്റുന്ന സന്നിധിയാണ്. അത് മാത്രമാണ് ആ കാനന പാതയിലുള്ള ഭഗവാൻ, കലിയുഗവരതനായ ഭഗവാൻ കാനനത്തിൽ കുടികൊള്ളുന്നത് കൊണ്ട് ആ കാനന വഴികളിലൂടെ സഞ്ചരിച്ച് ഭഗവാനെ കാണാനെത്തുമ്പോൾ ആ വ്രതകാലം മുഴുവൻ എടുത്ത് വ്രതകാലത്തിൻ്റെ പുണ്യം മുഴുവൻ മനസ്സിലേറ്റിക്കൊണ്ട് ചരണമന്ത്രമുഖരിതമായ നാവുകൊണ്ട് തലയിൽ ഇരുമുടിക്കെട്ടുമായി ഓരോരുത്തരും എത്തുമ്പോൾ ശബരിമല സന്നിധാനം പൂങ്കാവനം എന്ന് പറയുന്നത് മുഴുവൻ അയ്യപ്പൻ്റെ രൂപവും ഭാവവും ഭക്തിയും ലയിച്ചു ചേർന്ന ഇടമാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടുന്ന് എഴുന്നള്ളത്ത് പോവുകയാണ്. ആ പോയി കഴിഞ്ഞാൽ ഉടനെ 18-ാം പടിയുടെ മുന്നിലേക്കാണ് പോകുന്നത്. സോപാനത്തു നിന്ന് തന്നെ തന്ത്രിയും മേൽശാന്തിയും കൂടിയാണ് പേടകം ഏറ്റുവാങ്ങാനാകേണ്ട അതിൻ്റെ ശ്രീലകത്തു നിന്ന് അവിടേക്ക് എത്തിക്കുന്നത്. തുടർന്ന് ശ്രീകോവിലിൽ അടച്ചിട്ട് അയ്യപ്പ വിഗ്രഹത്തിലെ തിരുവാഭരണങ്ങൾ ചാർത്തിയാണ് ദീപാരാധന നടക്കുന്നത്. ആ ദീപാരാധനയ്ക്ക് ശേഷമാണ് നട തുറക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൻ അങ്ങനെ മകരജ്യോതിയും ആകാശത്തിലെ മകരസംക്രമ നക്ഷത്രവും ദൃശ്യമാകും. മകരസംക്രമ നാളിലെ സർവാഭരണ ഭൂഷിതനായിട്ടാണ് അയ്യപ്പനെ കണ്ടു തൊഴുന്നതിന് വേണ്ടിയാണ് വളരെ അധികം ആളുകൾ ഇന്ന് അവിടെ തമ്പടിച്ചുകൊണ്ട് നിൽക്കുന്നത്. മകരജ്യോതി ദർശനത്തിനായിട്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വളരെയധികം ആളുകളാണ് പൂങ്കാവനത്തിൻ്റെ അങ്ങനെ തീർത്ഥാടകരായിട്ട് വന്ന് പർണശാലകൾ കെട്ടിക്കൊണ്ടാണ് പല സ്ഥലത്തും അവിടെ ആളുകൾ ഇരിക്കുന്നത്. മകരസംക്രമണിലെ ഈ സംക്രമ നാളിലൊരു ഭഗവത് ദർശനം എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ മോക്ഷദായകമാണ് എന്നാണ് ഭക്തർ പലരും വിശ്വസിക്കുന്നത്. ആ ഘോഷയാത്രയ്ക്കൊപ്പം പമ്പയിലെത്തി വിശ്രമിക്കുന്ന രാജപ്രതിനിധി അദ്ദേഹം പോലും അവിടെ ഭഗവാനെ ഇങ്ങനെ കാണാൻ വേണ്ടി 3 ദിവസമാണ് അദ്ദേഹം അവിടെ മല കയറാതെ സന്നിധാനത്തേക്ക് എത്താതെ അവിടെ നിൽക്കുന്നത്. 3-ാമത്തെ